ചാപ്റ്റർ 7 ഡീൽ ചെയ്യുന്നത് ഡയറക്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഡയറക്ഷൻ? സിനിമ ഡയറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫെമിലർ ആയിട്ട് കേട്ടിട്ടുള്ള വാക്കായിരിക്കുമല്ലോ, സിനിമ ഡയറക്റ്റ് ചെയ്യുക, മൂവി ഡയറക്റ്റ് ചെയ്യുക എന്നൊക്കെ. എല്ലാം ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഡയറക്ടർ എന്ന് പറയുന്നത്. ആ വാക്കുമായിട്ട് വളരെയധികം കണക്ഷൻ ഉള്ള ഒരു ഡെഫിനിഷൻ തന്നെയാണ് ഡയറക്റ്റിംഗ് എന്ന കേസിൽ ബിസിനസിന്റെ ലെവലിൽ വരുമ്പോഴും നമ്മൾ പഠിക്കുന്നത് കേട്ടോ. സോ എന്താണ് ഡയറക്റ്റിംഗ് എന്നുള്ള മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഡയറക്റ്റിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മാനേജറിയൽ ഫംഗ്ഷൻ ദാറ്റ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ. ആസ് എ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്, ഡയറക്റ്റിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ഇൻസ്ട്രക്റ്റിംഗ്, guiding, supervising and inspiring the employees to achieve the predetermined objectives. ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് മാനേജറിയൽ ഫംഗ്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഡയറക്റ്റിങ്ങിൻ്റെ സമയത്താണ്. പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷൻസിനകത്ത് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും ഗൈഡ് ചെയ്യുന്നതും സൂപ്പറായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നതും എംപ്ലോയീസിനെ പ്രോപ്പറായിട്ട് ഇൻസ്പയർ ചെയ്യുന്നതും ഒക്കെ ഇൻവോൾവ് ആണ്. ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്? ടു അച്ചീവ് പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേ ആണെന്നാണ് പറയുന്നത്. എങ്ങോട്ടുള്ളത്? മാനേജ്മെന്റ് ഇൻ ആക്ഷൻ. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് എല്ലാ മാനേജേഴ്സും ഓരോ ആക്ടിവിറ്റി ചെയ്ത് നടക്കുന്ന സമയത്ത് തന്നെ ചെയ്തു പോകേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഡയറക്ഷനെ നമുക്ക് മറ്റൊരു പേര് കൊണ്ട് വിളിക്കാനായിട്ട് സാധിക്കും. അതിനെ മാനേജ്മെന്റ് ഇൻ ആക്ഷൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഡയറക്ഷൻ ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എന്തിൻ്റെയൊക്കെ? പ്ലാനിങ്ങിൻ്റെയും കൺട്രോളിങ്ങിൻ്റെയും ഇടയിലുള്ള ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഡയറക്ഷന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഏർണസ്റ്റ് ഡെയിലിന്റെ ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡയറക്റ്റിംഗ് is telling people what to do and seeing that they do it in the best of their ability. Clear ആണോ? Directing is telling people what to do and seeing that they do it in the best of their ability. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഡയറക്റ്റിങ്ങിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെയാണ്. ഒന്നാമത്തെ ഫീച്ചറാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഫംഗ്ഷൻ ആണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. നമുക്ക് ഓരോ സമയത്തും ഓരോ രീതിയിലായിരിക്കും ഡയറക്ഷൻസ് നടക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോരോ ഐഡിയാസ് ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിരിക്കും. ഇത് ഇങ്ങനെ ചെയ്യാം, അത് അങ്ങനെ ചെയ്യാം, ഇത് ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും എന്നൊക്കെയുള്ള നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കില്ലേ. ഇതിനൊരു ആക്ഷൻ ആക്കി മാറ്റുന്നത് ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷൻ നടക്കുന്ന സമയത്താണ്. അതായത് ഇറ്റ് കൺവേർട്ട് പോളിസീസ് ആൻഡ് ഡിസിഷൻസ് ഇൻ ടു ആക്ഷൻ. പോളിസീസിനെയും ഡിസിഷൻസിനെയും നമുക്ക് ആക്ഷൻ ആക്കി മാറ്റുന്നത് ശരിക്കും ഡയറക്ഷന്റെ സമയത്താണ്. നെക്സ്റ്റ് ഫീച്ചർ ആണ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതായത് ഇതൊരു പോയിന്റ് എത്തുമ്പോൾ ഡയറക്ഷൻ നിർത്താമെന്ന് നമുക്ക് വിചാരിക്കാനായിട്ട് പറ്റത്തില്ല. ഡയറക്ഷൻ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ ഡയറക്ഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡയറക്ഷൻ ഈസ് പെർഫോംഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ വിചാരിക്കും ടോപ്പ് ലെവലിൽ മാത്രമാണ് ഡയറക്ഷൻ ഉള്ളത്. അല്ല, ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോവർ ലെവലിലും ഓപ്പറേഷൻ ലെവലിലും ഒക്കെ ഡയറക്ഷൻ പ്രോപ്പറായിട്ട് നടന്നെങ്കിൽ മാത്രമേ, അതായത് പോളിസിനെ ഡിസിഷൻ ആക്കി മാറ്റുന്ന, ആക്ഷൻ ആക്കി മാറ്റുന്ന കാര്യമാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെന്റിലും ആക്ഷൻസ് നടക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് പെർഫോംഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ഡയറക്ഷനകത്ത് സൂപ്പർവിഷൻസും ലീഡർഷിപ്പും മോട്ടിവേഷനും കമ്മ്യൂണിക്കേഷനും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ ഇനീഷ്യേറ്റ്സ് അറ്റ് ടോപ്പ് ലെവൽ ആൻഡ് ഫ്ലോസ് ഡൗൺവേർഡ് ത്രൂ ഓർഗനൈസേഷണൽ ഹൈറാർക്കി. ഡയറക്ഷൻ ടോപ്പ് ലെവലിൽ തുടങ്ങി താഴേക്ക് ഒരു ഡൗൺവേർഡ് ഫ്ലോയിൽ ഒഴുകി എത്തുന്ന ഒരു എലമെന്റ് ആണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ ഹൈറാർക്കി അനുസരിച്ച് ടോപ്പ് ടു ബോട്ടം ഇത് ഫ്ലോ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഫീച്ചർ, ഡയറക്ഷൻ ഈസ് കൺസേൺഡ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ. ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണോ മനുഷ്യന്മാരുടെ ബിഹേവിയർ അതിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും ഡയറക്ഷൻ നടക്കുക എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഡയറക്റ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ്. ഒന്ന്, ഡയറക്ഷൻ ഇനീഷ്യേറ്റ് ആക്ഷൻ. നമ്മൾ ഓൾറെഡി മീനിങ്ങിലും ഫീച്ചറിലും പറഞ്ഞ പോയിന്റ് ആണ് ഡയറക്ഷൻ ഇനീഷ്യേറ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ഡയറക്ഷൻ ആണ് ഒരാളുടെ പോളിസീസിനെയും ഡിസിഷൻസിനെയും ആക്ഷനിലേക്ക് വരുത്തുന്നത്. എല്ലാ ആക്ടിവിറ്റീസും, ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഡയറക്ഷനിലൂടെയാണ് ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നത്. ഡയറക്ഷൻ
റിയലി കൺവേർട്ട് ദ പ്ലാൻ ഇൻ ടു ആക്ഷൻ. ഒരു പ്ലാനിനെ ആക്ഷൻ ആക്കി മാറ്റുന്നത് ഡയറക്ഷൻ ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് നോക്കൂ. ഡയറക്ഷൻ ഇനീഷ്യേറ്റ് എംപ്ലോയീസ് എഫേർട്സ്. Directing initiate the efforts of employees or individuals and groups to achieve common objectives. കൃത്യമായിട്ടുള്ള സൂപ്പർവിഷനിലൂടെയും ഗൈഡൻസിലൂടെയും കൗൺസിലിങ്ങിലൂടെയും ഒക്കെ എംപ്ലോയീസിന്റെ എഫേർട്സ് എടുത്തുകൊണ്ട് അതൊരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് ആക്ഷൻ ആക്കി മാറ്റുന്നത് ഡയറക്ഷൻ ആണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, ഡയറക്ഷൻ ഈസ് എ മീൻസ് ഓഫ് മോട്ടിവേഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡയറക്ഷൻ എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെന്റിലും ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. സോ ഡയറക്ഷൻ ഒരു മോട്ടിവേഷൻ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിന് മാക്സിമം അവരുടെ എഫേർട്ട് ഇടാനും അവർക്ക് പ്രോപ്പറായിട്ട് അവർ ക്വാളിറ്റി രീതിയിൽ പ്രൊഡക്ഷൻസ് ചെയ്യാനും ഒക്കെ ഈ മോട്ടിവേഷൻ കൊടുക്കുന്നത് ഡയറക്ഷനിൽ കൂടെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചറാണ് സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് ഇൻ ദ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ എപ്പോഴും വർക്ക് ഫോഴ്സിനെ പ്രോപ്പറായിട്ട് സ്റ്റേബിൾ ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാണ് സ്റ്റേബിൾ ആക്കി വെക്കാൻ പറ്റുക? ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമുക്ക് സ്റ്റേബിൾ ആക്കി വെക്കണമെങ്കിൽ അവിടെ നല്ല വൃത്തിയായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ലീഡർഷിപ്സ് ഉണ്ടായിരിക്കണം. സോ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളുകളാണ് നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഡയറക്ഷൻ നന്നായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ദാറ്റ് വിൽ മിനിമൈസ് ദ കോൺഫ്ലിക്ട്സ്. അവിടെ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സുകൾ കുറയ്ക്കുകയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സുകളും ഗ്രൂപ്പ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സുകളും കുറച്ച് അവ തമ്മിലുള്ളൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് ഫെസിലിറ്റേറ്റ് ചേഞ്ചസ് എന്നുള്ളത്. ബിസിനസ് എപ്പോഴും ഓരോരോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യുന്ന റിസ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. എവറി ടൈം ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴും ഈ പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് ചേഞ്ചസിനനുസരിച്ച് അത് ടാക്കിൾ ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ പ്രോപ്പർ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഡൈനാമിക് ആയിട്ടുള്ള പുതിയ എൻവയോൺമെന്റ്സിൽ വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതാണ് ഫൈനലി ഇമ്പോർട്ടൻസിൽ പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഡയറക്ഷൻ്റെ അല്ലെങ്കിൽ ഡയറക്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ്. എഫക്റ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടാണെന്നാണ് പറയുന്നത്. അതായത് ഒരു മാനേജർക്ക് അത് കൃത്യമായിട്ട് പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് ഓരോരോ പ്രാക്ടീസിൽ കൂടി പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡയറക്ടിങ്ങിൽ വരുന്നത്. ഹൗവർ മാനേജേഴ്സ് ക്യാൻ ഫോളോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്. ആ പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് സബോർഡിനേറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് പ്രിൻസിപ്പിൾസും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് അതും എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. സോ ഒന്നാമത്തെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ടിങ് എന്ന് പറയുന്നത് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഡയറക്ടിങ് ടെക്നിക്സ് ഷുഡ് ബി ഡിസൈൻഡ് ടു എൻഷുർ മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് അവിടെയുള്ള ആളുകളെ കൊണ്ട് അവരുടെ മാക്സിമം 100% എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്ടിങ് എന്ന് പറയുന്നത്. ഒരാൾ ആ വ്യക്തിയുടെ 100% എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഒരു ചേഞ്ച്, ക്വാളിറ്റി ഡെവലപ്മെന്റ് അവിടെ ഉണ്ടാവും. സോ അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താ? ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളും സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റുമായിട്ട് ക്ലാഷ് ഉണ്ടാവാതെ, അതായത് അത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതെ മാനേജേഴ്സ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവരുടെ വ്യക്തിഗത ആവശ്യങ്ങളും നമ്മുടെ ഓർഗനൈസേഷൻ്റെ ആവശ്യങ്ങളും കൂടെ തമ്മിലൊന്ന് റീകൺസിൽ ചെയ്ത്, നിങ്ങൾ പഠിച്ചിട്ടില്ലേ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്? അപ്പോൾ റീകൺസിൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയായിരിക്കുമല്ലോ. പരസ്പരം ഒന്ന് താരതമ്യേന ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നതിനാണ് റീകൺസിലേഷൻ എന്ന് പറയുന്നത്. സോ മാനേജേഴ്സ് ഷുഡ് റീകൺസിൽ the personal goals of employees with the organizational goals എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പ്രിൻസിപ്പിൾ നോക്കൂ, യൂണിറ്റി ഓഫ് കമാൻഡ്. എല്ലാവരും കൂടെ കുറേ ബോസുമാർ വന്ന് കുറേ സബോർഡിനേറ്റ്സിന് പല പല ഓർഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ഒരു സബോർഡിനേറ്റ്സിന് കൃത്യമായിട്ടും ഒരു സുപ്പീരിയറിൻ്റെ അടുത്ത് നിന്നായിരിക്കണം ഇൻസ്ട്രക്ഷൻസ് കിട്ടേണ്ടത്. ആ ഇൻസ്ട്രക്ഷൻസ് ഒരു ബോസിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ല, കോൺഫ്ലിക്റ്റ് ഇല്ല, അവിടെ ഓർഡർ ഇല്ലായ്മയില്ല. അവിടെ കൃത്യമായിട്ട്
സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് ഈ എംപ്ലോയർക്ക് വന്ന് അല്ലെങ്കിൽ ബോസിന് ഒന്ന് റിപ്പോർട്ട് ചോദിക്കാൻ പറ്റും, എവിടെ വരെയാണ് വർക്ക് ചെയ്തതെന്ന് ചോദിക്കാൻ പറ്റും, എന്താണ് ഇപ്പോൾ നടക്കുന്ന കറണ്ട് സ്റ്റാറ്റസ് എന്ന് ചോദിക്കാൻ പറ്റും. സോ യൂണിറ്റി ഓഫ് കമാൻഡ് കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് ഡയറക്ഷൻ്റെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ട് അതിനെ ആക്ട് ചെയ്യുന്നതായിട്ട് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ ആണ് അപ്രോപ്രിയേറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ചെയ്യണമെങ്കിൽ മാനേജർ കൃത്യമായിട്ടുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യണം. കൃത്യമായിട്ടുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ടെക്നിക്സ് യൂസ് ഷുഡ് ബി സ്യൂട്ടബിൾ ടു ദ സൂപ്പർവൈസർ, ദ സബോർഡിനേറ്റ്സ് ആൻഡ് ദ സിറ്റുവേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഇപ്പോൾ ഒരു ലാർജ് സ്കെയിൽ കമ്പനി യൂസ് ചെയ്തൊരു ടെക്നിക്ക് വന്നിട്ട് ഒരു സ്മോൾ സ്കെയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിലുള്ള മാനേജർക്കും സബോർഡിനേറ്റ്സിനും ആ സിറ്റുവേഷനും കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ആവത്തില്ല. സോ ഓരോ സബോർഡിനേറ്റ്സിനും ഓരോ സൂപ്പർവൈസറിനും അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്സ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് മാനേജറിയൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. Managerial communication, which means two-way flow of communication, is the most effective means of securing cooperation of subordinates because it provides them an opportunity to express their feelings. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ സുപ്പീരിയർ സബോർഡിനേറ്റ്സിനോട് ചുമ്മാ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സബോർഡിനേറ്റ്സിന് പറയാനുള്ളത് കേൾക്കുന്നില്ല. ഒരു റേഡിയോ പോലെയാണ് സുപ്പീരിയർ ആക്ട് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം പ്രോപ്പറായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. മാനേജറിയൽ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. നെക്സ്റ്റ് വൺ നോക്കൂ, യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. Management should try to understand and make use of informal groups to strengthen formal and official relationship. അതായത് നിങ്ങൾ എപ്പോഴും ഫോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ചെയ്യാതെ ഇടയ്ക്കൊക്കെ ഇൻഫോർമൽ ആയിട്ടുള്ള മീറ്റിംഗ്സ് വെക്കുക, പാർട്ടി ചെയ്യുക എന്നൊക്കെ പറയുന്നത് എപ്പോഴും ആ ഓർഗനൈസേഷൻ്റെ ഹാർമണി കൂട്ടാനായിട്ടും നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. അവരോടൊരു ഫ്രണ്ട്ഷിപ്പ് വെക്കുകയാണെങ്കിൽ, ഫ്രണ്ട്ഷിപ്പ് ഇൻ ദ സെൻസ് ഭയങ്കര കോറായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഒരു മിങ്കിൾ ചെയ്യാൻ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിലൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഡയറക്ഷൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ്. ഒരു മാനേജർ എപ്പോഴും ഒരു ലീഡറായിട്ട് ആക്ട് ചെയ്യണം. അയാൾക്ക് ലീഡറിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരിക്കണം. ആ വ്യക്തി പല തരത്തിൽ സബോർഡിനേറ്റ്സിൻ്റെ ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അവരെ ഡിസാറ്റിസ്ഫൈ ചെയ്യാതെ അവരെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുകയാണെങ്കിൽ അത് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ഫോളോ ത്രൂ ആണ്. അതായത് ഓർഡർ കൊടുത്തോണ്ടിരിക്കുക എന്നുള്ളതിനെക്കാട്ടിൽ അപ്പുറം മാനേജർ അത് ഫോളോ അപ്പ് ചെയ്യണം. എവിടെ വരെയാണ് അവർ കാര്യങ്ങൾ ചെയ്തത്, കണ്ടിന്യൂസ്ലി പ്രോബ്ലംസ് ഒക്കെ വരുവാണെങ്കിൽ അതൊക്കെ എൻകൗണ്ടർ ചെയ്ത് കൃത്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്തി ഓരോ ഡയറക്ഷൻസും കൊടുക്കുക എന്നുള്ളതാണ് ഫോളോ ത്രൂ അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറയുന്ന പോയിന്റ് കൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും പലതരത്തിലുള്ള പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്ത് നമുക്ക് ഡയറക്ഷൻ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഡയറക്ഷനിലുള്ള എലമെന്റ്സ് എന്നുള്ളതാണ്. എലമെന്റ്സ്, ചില എലമെന്റുകളുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചില എലമെന്റ്സുകൾ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയായിരുന്നു? ലീഡർഷിപ്പ് വന്നില്ലേ, നമ്മൾ 2-3 തവണ പറഞ്ഞു ലീഡർഷിപ്പ്. മോട്ടിവേഷൻ പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. അതേപോലെ ഒന്നാണ് സൂപ്പർവിഷൻ. സോ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഇവ 4ഉമാണ് ഡയറക്ഷന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാനുണ്ട്. എന്താണ് സൂപ്പർവിഷൻ? സൂപ്പർവിഷൻ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് സൂപ്പർ ആൻഡ് വിഷൻ. ഓക്കെ, സൂപ്പർ എന്ന് പറഞ്ഞാൽ ഓവർ ദ എബവ്, വിഷൻ എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് ഓവർ. അതായത് സൂപ്പർവിഷൻ എന്ന് അല്ലെങ്കിൽ സെൻസ് ഓഫ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആക്ടിവിറ്റിനെ ഓവർസീ ചെയ്യുക, ഓവർസീയിങ് ദ ആക്ടിവിറ്റി, അതിനെ നോക്കിക്കാണുക. ഇൻ മാനേജ്മെന്റ് സൂപ്പർവിഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബോർഡിനേറ്റ്സിന്റെ വർക്ക് നോക്കുന്നതിനെയാണ് സൂപ്പർവൈസ് ചെയ്യുന്നു, അറിയാലോ. ഓവർസീയിങ് ദ സബോർഡിനേറ്റ്സ് അറ്റ് വർക്ക്, അവരുടെ വർക്ക് ഓവർസീ ചെയ്യുന്നതിനെയാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഇത് സൂപ്പർവൈസ് ചെയ്യുന്ന വ്യക്തിനെ നമ്മൾ എന്തെന്ന് പറയും? സൂപ്പർവൈസർ എന്ന് പറയും. സൂപ്പർവൈസറിന് പല പേരുകളുണ്ട്. ഫോർമാൻ, ഓവർസിയർ, സൂപ്പറിൻറ്റൻഡന്റ്, സെക്ഷൻ ഓഫീസർ എന്നൊക്കെ നമുക്ക് ഒരു സൂപ്പർവൈസറെ വിളിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ്സിൽ. സൂപ്പർവിഷൻ എപ്പോഴും നല്ല രീതിയിൽ പ്ലാൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. അത് നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടോ,
അത് ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ടോ എന്നുള്ളത് സൂപ്പർവിഷന്റെ ഇമ്പോർട്ടൻസിൽ വരുന്നതാണ്. പിന്നെ എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെന്റിലും സൂപ്പർവിഷൻ ആവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തേതാണ് ലൈസൺ ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. അവിടെ സൂപ്പർവൈസർ എന്ന് പറയുന്നത് വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവരാണ് അവർ തമ്മിലുള്ള ഒരു ഹാർമണി അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം നിലനിർത്താനായിട്ട് സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള സൂപ്പർവൈസേഴ്സ് ആണ്. സോ റിലേഷൻ ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ആണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂപ്പർവൈസർ അല്ലെങ്കിൽ സൂപ്പർവിഷന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് മെൻഷൻ ചെയ്തു പോകുന്നത്. രണ്ടാമത്തേതാണ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. സൂപ്പർവൈസർ എപ്പോഴും നല്ല രീതിയിൽ റിസോഴ്സസ്, അവർക്കുള്ള റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. എപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ടോ, അത് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടാണോ യൂസ് ചെയ്യുന്നുള്ളത് ചെക്ക് ചെയ്യും. മൂന്നാമത്തേതാണ് ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ. സൂപ്പർവൈസർ എപ്പോഴും ഈ വർക്കേഴ്സുമായിട്ടും ഓർഗനൈസേഷനുമായിട്ടും കൃത്യമായിട്ടുള്ള കോൺട്രാക്ട് വെക്കുന്നത് കൊണ്ട് തന്നെ അവർ അവിടെ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആണ്. സോ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്, ദേ വിൽ ഡു ദാറ്റ്. അതാണ് ഓർഗനൈസേഷണൽ ഡിസിപ്ലിൻ സൂപ്പർവൈസർ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഹെൽപ്പ് ഇൻ ഗെറ്റിംഗ് ഫീഡ്ബാക്ക്. സൂപ്പർവൈസർ എപ്പോഴും കണ്ടിന്യൂസ്ലി ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു നോളജ്, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഒരു ഗൈഡായിട്ട് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഗൈഡായിട്ട് അവർ ആക്ട് ചെയ്യും. അതുവഴി കൃത്യമായിട്ട് പെർഫോമൻസ് പ്രോപ്പറായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഹെൽപ്പ് ഇൻ ഗെറ്റിംഗ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് ഫെസിലിറ്റേറ്റ് മോട്ടിവേഷൻ എന്നുള്ളത്. സൂപ്പർവൈസർ ആണ് എപ്പോഴും ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്, അവർക്കിടയിൽ ഒരു എന്തൂസിയാസം ഉണ്ടാക്കിയെടുക്കുന്നത്. വർക്കേഴ്സ് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ആണെങ്കിലും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് കിട്ടാനായിട്ടും അപ്രീസിയേഷൻ നേടിയെടുക്കാനായിട്ടും ഒക്കെ ഇത്തരത്തിലുള്ള സൂപ്പർവൈസർ ഉള്ളപ്പോഴാണ് വർക്കേഴ്സ് ശ്രമിക്കുന്നത്. സോ അവിടെ ഒരു മോട്ടിവേഷന്റെ ഒരു ബൂസ്റ്റർ ആയിട്ടും ഇത്തരത്തിലുള്ള സൂപ്പർവൈസർ അല്ലെങ്കിൽ സൂപ്പർവിഷൻ ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കാര്യം. നെക്സ്റ്റ് വൺ ആണ് ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓർഗനൈസേഷന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വളരെയധികം സൂപ്പർവൈസർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതിലേക്ക് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുമുണ്ട്. അപ്പോൾ സൂപ്പർവൈസറിന് എപ്പോഴും ഡേ ടു ഡേ കോണ്ടാക്റ്റുകളും എല്ലാ തരത്തിലുള്ള ഫ്രണ്ട്ലി റിലേഷൻസും വെക്കുന്നത് സൂപ്പർവൈസറാണ്. ഗുഡ് സൂപ്പർവൈസർ എപ്പോഴും ഒരു ഗൈഡായിട്ടും ഫ്രണ്ടായിട്ടും ഫിലോസഫറായിട്ടും ഒക്കെ ആക്ട് ചെയ്യും. ആരുടെ? വർക്കേഴ്സിന്റെ, അവിടെയുള്ള ജോലി ചെയ്യുന്ന വ്യക്തികളുടെ ഗൈഡായിട്ടും ഫ്രണ്ടായിട്ടും ഫിലോസഫറായിട്ടും ഒരു ഗുഡ് സൂപ്പർവൈസർ എപ്പോഴും ആക്ട് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ എലമെന്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. രണ്ട് എലമെന്റ്സിൽ സൂപ്പർവിഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തേതാണ് മോട്ടിവേഷൻ. എന്താണ് മോട്ടിവേഷൻ? മോട്ടിവേഷൻ ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് മോട്ടീവ്. മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നീഡ്സ്, വാണ്ട്സ്, നമ്മുടെ ഡ്രൈവ്സ്. ഒരു ഇൻഡിവിജ്വലിലുള്ള മോട്ടീവിനെയാണ്, നീഡ്സിനെയാണ് മോട്ടീവ് എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ഇന്നർ ഫീലിംഗ്, നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ നീഡ്സും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള നമ്മുടെ ഇന്നർ ഫീലിങ്ങിനെയാണ്, അത് ചെയ്യാനായിട്ട് നമുക്കൊരു ത്വര വരും. അതിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുക, ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഡിസൈർഡ് ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യക്തികളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെന്റിലെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആൻ ആക്ട് ഓഫ് ഇൻഡ്യൂസ്മെന്റ്. ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട് കൊടുക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഫാക്ടറാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടീവ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മോട്ടീവ്, നീഡ്, വാണ്ട്, ഇതൊക്കെയാണ് മോട്ടീവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ മോട്ടിവേഷന്റെ ഒരു ചെറിയ ഡെഫിനിഷൻ ഉണ്ട് വില്യം സ്കോട്ട് പറഞ്ഞിട്ടുള്ളത്, അതൊന്ന് അറിഞ്ഞു വെക്കുക. മോട്ടിവേഷൻ മീൻസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസൈർഡ് ഗോൾസ്. ഇനി എന്തൊക്കെയാണ് മോട്ടീവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടേംസ് നിങ്ങൾക്ക് പരിചയപ്പെടാനുണ്ട്. ഒന്നാമത്തത് മോട്ടീവ് എന്നാണുള്ളത്. മോട്ടീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്നർ സ്റ്റേറ്റ് ആണ്, നിങ്ങളുടെ ഈ എനർജിയാണ്, ഉള്ളിലുള്ള ഒരു എനർജി, നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്യിക്കാനുള്ള നിങ്ങളുടെ എനർജീനെയാണ് മോട്ടീവ് എന്ന് പറയുന്നത്. ഇപ്പം
ഇപ്പോൾ ഫുഡ് കഴിക്കണം എന്നുള്ളൊരു സാധനം നിങ്ങൾക്ക് വിശപ്പ് വരുമ്പോഴല്ലേ ഫുഡ് കഴിക്കുന്നത്. ആ വിശപ്പാണ് നിങ്ങളുടെ മോട്ടീവ് ഫുഡ് കഴിക്കാനുള്ള. രണ്ടാമത്തെ ടേമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു അക്കംപ്ലിഷ് ഡിസൈർഡ് ഗോൾസ്. മോട്ടിവേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോട്ടിവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. തേർഡ് ടേം ആണ് മോട്ടിവേറ്റേഴ്സ്. മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളെയാണ് മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം അവർക്ക് പല രീതിയിലുള്ള ബോണസ് കൊടുക്കുക, പ്രൊമോഷൻസ് കൊടുക്കുക, റെക്കഗ്നീഷൻ കൊടുക്കുക, ഇത്തരത്തിലുള്ള ഇത് കൊടുക്കുന്ന വ്യക്തികളെ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയാം. ഇത് കൊടുക്കുന്ന ഈ ബോണസ്, പ്രൊമോഷൻ, ഇതൊക്കെ മോട്ടിവേറ്റേഴ്സിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് മോട്ടിവേഷന്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. ഒന്ന്, മോട്ടിവേഷൻ ആളുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്നർ ഫീലിംഗ് ആണ്, നമ്മുടെ ഒരു ജോലി ചെയ്ത് തീർക്കാനുള്ള ഒരു ഇന്നർ ഫീലിംഗ് ആണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഫിനോമിനൻ ആണ്. അത് ഡയറക്റ്റ്ലി ഒരു മനുഷ്യന്റെ ടേസ്റ്റിനെയും ഒരു മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ്, ഒരു മനുഷ്യന്റെ ഹ്യൂമൻ വാണ്ട്സ് എപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കും. സോ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. Then motivation may be negative or positive. പോസിറ്റീവ് മോട്ടിവേഷൻസും ഉണ്ടാവാറുണ്ട്, നെഗറ്റീവ് മോട്ടിവേഷൻസും ഉണ്ടാവാറുണ്ട്. ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആണ് പേ കൂടുക, പ്രൊമോഷൻസ് വരിക, റെക്കഗ്നീഷൻ കിട്ടുക എന്നൊക്കെ ഉള്ളത്. നെഗറ്റീവ്സ് ആണ് പണിഷ്മെന്റ് കിട്ടുക, ഡിമോഷൻ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. നമുക്ക് പേ കുറയുക എന്നൊക്കെ പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ നെഗറ്റീവ് മോട്ടിവേഷണൽ തിങ്സ് ആണ്. നെക്സ്റ്റ് മോട്ടിവേഷൻ പ്രോസസ് ആണ്. മോട്ടിവേഷൻ പ്രോസസ്സ് ഒരു മനുഷ്യന്റെ ആവശ്യങ്ങളെ വെച്ച് ബേസ് ചെയ്തിട്ടാണ് മോട്ടിവേഷൻ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് മോട്ടിവേഷൻ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു നീഡ് ഒരു മനുഷ്യനുണ്ടാവുന്നു. ആ മനുഷ്യന് അത് നമുക്ക് അതിലൊരു ടെൻഷൻ ഉണ്ടാവുന്നു. ടെൻഷനിൽ നിന്നൊരു ഡ്രൈവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അത് നമ്മൾ അടുത്ത് അതിങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചിങ്ങിലേക്ക് പോകുന്നു. ദെൻ നമ്മൾ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. നീഡ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ടെൻഷൻ ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ്ഡ് ആവുന്നു. ഈ ഒരു പാറ്റേണിലാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ, ഒരു ഹ്യൂമൻ ബിഹേവിയറിൽ വർക്ക് ചെയ്യപ്പെടുന്നത്. So, an unsatisfied need of an individual create tension which stimulate his drives. അതേപോലെ തന്നെ ഈ ഡ്രൈവ്സ് ഒരാൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ടെൻഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ടെൻഷൻ കുറയും. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, സപ്പോസ് എ വർക്കർ ഫീൽസ് that his wage is low, he experienced the need of an additional income. To satisfy this need, a worker decided to work hard, he earn more, pay and promotion. The hard work results pay, rises, the work feel satisfied. അതായത് ഒരാൾക്ക് തനിക്ക് ശമ്പളം കുറവാണല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ വരുന്നു. ആ ആൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ ജോലി ചെയ്യാൻ തയ്യാറായി, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് ജോലി ചെയ്യുന്നു. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് ജോലി ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് സംഭവിക്കുന്നു? കൂടുതൽ പേ കിട്ടുന്നു. അങ്ങനെ പേ കിട്ടുമ്പോൾ അയാൾക്ക് ടെൻഷൻ കുറഞ്ഞ് അയാളുടെ നീഡ് സാറ്റിസ്ഫൈഡ് ആവുന്നു. അപ്പം അതല്ല നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ അയാൾക്ക് ആ ജോലി വിട്ടിട്ട് വേറെ ഇതിലേക്ക് പോവാം. അപ്പം അങ്ങനെ പോവാതെ നമ്മൾ മോട്ടിവേറ്റഡ് ആയി അതിൽ തന്നെ വർക്ക് ചെയ്ത് കൂടുതൽ പണം ഉണ്ടാക്കുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യും? പോസിറ്റീവ്ലി മോട്ടിവേറ്റഡ് ആയി. അപ്പം മോട്ടീവ് അയാളുടെ നീഡ് അവിടെ സാറ്റിസ്ഫൈഡ് ആവുകയാണ് ചെയ്തത്. സോ ഈ ഒരു ആക്ടിവിറ്റിയാണ് മോട്ടിവേഷന്റെ പ്രോസസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു ഗ്രേറ്റ് എക്സ്റ്റെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മോട്ടിവേഷൻ. എത്രത്തോളമാണോ നമ്മുടെ സക്സസ് അതിൽ ഏറ്റവും കൂടുതൽ ഭാഗം വഹിക്കുന്നത് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ ഒരു മാനേജ്മെന്റിന്റെ കോർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ്, മോട്ടിവേഷൻ എപ്പോഴും എഫിഷ്യൻസി പെർഫോമൻസ് കൂട്ടും. improves efficiency and performance. The performance of an employee largely depends on the ability and willingness to work hard. എപ്പോഴും ഒരു എംപ്ലോയിന്റെ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റിനെ കൂട്ടി കാണിക്കുന്നതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ട്. എന്ത് ഗ്യാപ്പ്? ഒരു ജോലി ചെയ്യാനുള്ള ഒരാളുടെ കഴിവിനെയും അയാൾ ജോലി ചെയ്യാനുള്ള അയാളുടെ വില്ലിങ്നെസ്സും തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനും എഫിഷ്യൻസി കൂട്ടാനും സഹായിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആണ് അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. മോട്ടിവേറ്റഡ് എംപ്ലോയീസ് എപ്പോഴും വോളണ്ടിയർലി ആണ് അവർ ആ ജോലി ചെയ്ത് തീർക്കാനായിട്ട് നോക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? മോട്ടിവേറ്റഡ് ആയതുകൊണ്ട് തന്നെ അത് എപ്പോഴും
അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള മാക്സിമം ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഒരു തിങ്സിലേക്ക് ദിസ് വിൽ കോൺട്രിബ്യൂട്ട് ദർ മാക്സിമം ടുവേർഡ്സ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്. തേർഡ് ഇമ്പോർട്ടൻസ് ആണ് ബെറ്റർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എപ്പോഴും നല്ലൊരു ഹാർമണി ഉള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യപ്പെടും, സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ മോട്ടിവേറ്റഡ് എംപ്ലോയീസ് എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ എൻജോയ് ചെയ്യും. അപ്പോൾ ഒരു വൈഡർ ചാൻസിലേക്ക് പോകും, കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുകയും ചെയ്യുന്നു. ദെൻ ഫോർത്ത് ഇമ്പോർട്ടൻസ് ആണ് റെഡ്യൂസിങ് എംപ്ലോയീസ് ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം. ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിരിക്കുന്ന എംപ്ലോയീസിന്റെ ആബ്സെൻറ്റീസം വളരെയധികം കുറവായിരിക്കും. അത് കൂടുതൽ മോട്ടിവേഷണൽ സ്കീംസ് വരുമ്പോൾ അവർ ആബ്സെന്റ് ആവുന്നത് കുറയും, പകരം അവർ വന്ന് കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആൻഡ് ഫിഫ്ത്ത് ഇമ്പോർട്ടൻസ് ഓർഗനൈസേഷണൽ ചേഞ്ചസ്. എപ്പോഴും മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള റെസിസ്റ്റൻസ് വന്നാലും അത് ഓവർകം ചെയ്യാനും ഏത് തരത്തിലുള്ള ചേഞ്ചസ് വന്നാലും അത് ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കും. മോട്ടിവേറ്റഡ് എംപ്ലോയീസ് തിങ്ക് പോസിറ്റീവ് സൈഡ് ഓഫ് ന്യൂ ചേഞ്ചസ്. ഇതെന്താണ് ഇവിടെ പുതിയ ചേഞ്ചസിന്റെ പുതിയ പോസിറ്റീവ് സൈഡ് എന്താണ്, ഇത് ഏത് രീതിയിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയായിരിക്കും ഒരു കോപ്പറേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷണൽ ചേഞ്ചസ് വരുമ്പോൾ മോട്ടിവേറ്റഡ് എംപ്ലോയീസ് ഫേസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് തോട്ട്സ് ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് മോട്ടിവേഷൻ എന്ന് പറയുന്ന എലമെന്റ്സിൽ നമുക്ക് നോക്കാനുള്ളത്.